ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് സിയത്ത് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ മാർക്കറ്റ് ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ഗ്യാപ് ഡൗണോട് കൂടിയിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നിഫ്റ്റി 380 പോയിന്റ് അടുത്ത് ഫോളോ ആയി. അതേസമയം തന്നെ US ഫ്യൂച്ചറും കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം 1100 പോയിന്റിൻ്റെ അടുത്ത് ഫോളോ ആയിരുന്നു നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയ സമയത്ത്. കൂടാതെ തന്നെ ചൈന US-നെതിരെ 36% താരിഫ് ഹൈക്കും പ്രഖ്യാപിച്ച് കഴിഞ്ഞ ന്യൂസ് എല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ കാര്യമെല്ലാം തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഫാക്ടേഡ് ഇൻ ആയി, കാര്യം നിഫ്റ്റി 380 പോയിന്റ് വെള്ളിയാഴ്ച ഫോളോ ആയിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഇരുന്നു. പിന്നീടാണ് US മാർക്കറ്റ് ഓപ്പൺ ആവുകയും വൈകിട്ട് ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ആവുകയും ഗിഫ്റ്റ് നിഫ്റ്റി ഒരു 600 പോയിന്റിൻ്റെ ഒരു ഇടിവ് കാണിക്കുകയും ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ നോക്കി കണ്ടത്. പിന്നീട് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ സമയത്ത് രാവിലെ 9:10 പ്രീ മാർക്കറ്റ് സെക്ഷനിൽ നിഫ്റ്റി ഒരു 1300 പോയിൻ്റൊക്കെ മൈനസിൽ കാണിച്ചപ്പോൾ ഇത് ടെക്നിക്കൽ ഗ്ലിച്ച് ആയിരിക്കും, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഗ്യാപ് ഡൗൺ ആവുന്ന സമയങ്ങളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിഫ്റ്റിയിൽ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അതുമല്ല, ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്ത് എത്രയാണോ അതിൽ ഇരട്ടിയിൽ കൂടുതൽ ഇന്ന് മാർക്കറ്റ് ഫോളോ ആയി. നിഫ്റ്റി ഏകദേശം 650 പോയിൻ്റാണ് ഫോളോ ആയിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ ഇൻട്രാഡേ ലോ ആയിട്ടുള്ള 21,740 നിന്ന് 400 പോയിൻ്റ് റിക്കവറി രേഖപ്പെടുത്തിയതിന് ശേഷമാണ് 650 പോയിൻ്റ് ഫോളോ ആയത്. റിക്കവറി ഇല്ലായിരുന്നെങ്കിൽ നിഫ്റ്റി അതിൽ കൂടുതൽ 1000 പോയിൻ്റൊക്കെ അടുത്ത്, സെൻസെക്സ് ഏകദേശം 3000 പോയിൻ്റ് അടുത്തൊക്കെ ഫോൾ രേഖപ്പെടുത്തിയേനെ. പക്ഷേ ഈ ഒരു ഇടിവും ഈ ഒരു ഗ്യാപ് ഡൗണും തന്നെ ഇത് കണ്ട് പരിചയം മാർക്കറ്റിൽ ദീർഘകാലം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പോലും ഉണ്ടാകില്ല. കാരണം ഇത്ര വലിയൊരു ഗ്യാപ് ഡൗൺ നിഫ്റ്റിയിൽ വന്നിട്ടില്ല. 13 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ആയിപ്പോയിട്ടുള്ളത്. ഇന്ത്യ വിക്സ് വോളറ്റിലിറ്റി ഇൻഡെക്സ് സിംഗിൾ ഡേ കൊണ്ട് 22 പോയിൻ്റ് എത്തി. അതായത് 66% ഇന്ത്യ വിക്സ് സ്പൈക്ക് രേഖപ്പെടുത്തി പോയി. ഇതും ആദ്യമായിട്ടാവണം ഒരു സിംഗിൾ ഡേ കൊണ്ട് ഇന്ത്യ വിക്സ് 66% ഉയരുന്നത്. അതുകൊണ്ട് തന്നെ അഡ്ഡമണിയിൽ ഒരു ഓപ്ഷൻ ബൈ ചെയ്യാൻ പോലും 25,000 രൂപ വന്നതിൻ്റെ പ്രധാന കാരണം വിക്സ് ഉയർന്നുകൊണ്ട് പ്രീമിയം എല്ലാം തന്നെ സ്പൈക്ക് ആയിപ്പോയതാണ്. അപ്പോൾ US മാർക്കറ്റിലും യൂറോപ്യൻ മാർക്കറ്റിലും ഇടിവ് എവിഡൻ്റാണ്. ഇപ്പോഴും US ഫ്യൂച്ചർ 1000 പോയിൻ്റ് ഇന്ന് ഇടിയിരുന്നു US ഫ്യൂച്ചർ. ഇപ്പോൾ US ഫ്യൂച്ചർ ഏകദേശം ഒരു 400 പോയിൻറ്റിൻ്റെ ഒരു റിക്കവറി രേഖപ്പെടുത്തി. ഇതിനെല്ലാം തന്നെ കാരണക്കാരനായ നമ്മളുടെ ട്രംപ് ജി വെള്ളിയാഴ്ച ദിവസം നേരെ പോയത് ഗോൾഫ് കളിക്കാനാണ് ഫ്ലോറിഡയിൽ ഗോൾഫ് കളിച്ചതിന് ശേഷം തിരികെ എത്തി ഒരു മാസ് ഡയലോഗ് കാച്ചി. എന്താ ഡയലോഗ്? മാർക്കറ്റിനെ താഴെ ഇടാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷേ ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനായിട്ട് മെഡിസിൻ അനിവാര്യമാണ് എന്നുള്ളൊരു മാസ് ഡയലോഗ് കാച്ചുക മാത്രമല്ല ചെയ്തത്, വേറെ ഒരു പ്രശ്നത്തിനും കൂടി തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം? ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യേണ്ടത് ഫെഡാണ്. അപ്പോൾ ഫെഡ് ചെയർമാൻ ജെറോം പവലിൻ്റെ തലയിലേക്ക് ഈ ഒരു ഭാരമെല്ലാം തന്നെ ട്രാൻസ്ഫർ ചെയ്ത ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ട്രംപിൻ്റെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ ആവേശം കൊണ്ട ഒരു ജനതയാണ് ഇന്ത്യൻ ജനത. നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ ലോകത്തിന് തന്നെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. വെടിയുണ്ടേനെല്ലാം തന്നെ പ്രതിരോധിച്ച ഒരു ജനനായകനായിട്ടാണ് ട്രംപ് അധികാരത്തിലേക്ക് വന്നത്. പക്ഷേ തവണ ട്രംപ് അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ളൊരു അജണ്ട ഉണ്ടായിരുന്നു. മെയ്ക്ക് ഇൻ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു പോളിസി, നമ്മൾ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രൊഡക്റ്റ് ലോകത്തിൽ മുഴുവൻ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം താരിഫില്ലാതെ. അതാണ് ഉദ്ദേശം. മെയ്ക്ക് ഇൻ അമേരിക്ക, അല്ലെങ്കിൽ അമേരിക്കയിൽ കൂടുതൽ ഇൻഡസ്ട്രീസ് വളരണം, വിദേശ പ്രൊഡക്റ്റിന് ഡിപ്പെൻഡൻസി കുറയ്ക്കണം. പക്ഷേ ഇതൊക്കെ സാധ്യമാവാനായിട്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് കണ്ണി ചോരയില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നടന്നാൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് 20 വർഷത്തിന് അപ്പുറമായിരിക്കും. കാരണം നിലവിലെ എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 20 വർഷത്തിനപ്പുറമുള്ള ഗുണം കിട്ടുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കനത്ത വില നൽകേണ്ടി വന്നിരിക്കുകയാണ് അമേരിക്കൻ മാർക്കറ്റ്. $10 ട്രില്യൺ വൈപ്പ് ഔട്ട് ആയി പോയിട്ടുള്ളത്. ഇതെന്നാണ് ഇത് റിക്കവറി രേഖപ്പെടുന്നത്? ഇന്ത്യൻ മാർക്കറ്റും വലിയൊരു ഇടിവിന് ശേഷം ഒരു പോർട്ട്ഫോളിയോ എല്ലാം തന്നെ പച്ച പിടിച്ച് വരുന്ന സമയത്താണ് അടുത്ത പ്രശ്നം ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഈ പ്രശ്നം ഗ്ലോബലി എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ആശ്വസിക്കാം.
ഇത് മാത്രമാണ് ചെയ്യാൻ സാധിക്കുള്ളൂ. എനിവേ റിസഷൻ സാധ്യതകൾ കൂടി, അതിന് എവിഡൻ്റാണ് മെറ്റൽ സ്റ്റോക്കുകൾ ഫോൾ ആയിട്ടുള്ളത്. ഇന്നും ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ, ഹിൻഡൽകോ, നാൽക്കോ തുടങ്ങിയ സ്റ്റോക്കുകൾ 8% വരെയുള്ള ഫോൾ രേഖപ്പെടുത്തി. നിഫ്റ്റി 50-യിലെ പുതിയ അംഗമായിട്ടുള്ള ട്രെൻഡ് 15% ഇടിയാനായിട്ട് മറന്നില്ല. ഇന്ന് കൃത്യമായിട്ട് തന്നെ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ TCSൻ്റെ റിസൾട്ട് എല്ലാം തന്നെ വരാൻ പോവുകയാണ്. RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിങ്ങും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് അനിവാര്യം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനും. അതുവഴി ചെറിയ രീതിയിലെല്ലാം ഇൻഡസ്ട്രിയൽ ബൂസ്റ്റ് വേണമെങ്കിൽ സാധ്യമാകും. അതിനും നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ RBI കനിയണം. എനിവേ ടാറ്റ മോട്ടോഴ്സിന് ഡൗൺ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള പുതിയ വാർത്തകളും ഇതുപോലെയുള്ള കണ്ണീരിൽ ആഴുന്ന വാർത്തകൾ മാത്രമാണ് ഇന്ന് വിപണിയിൽ ഉള്ളൂ. എനിവേ നമുക്ക് എന്നത്തെയും പോലെ ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായ ഇടിവ് കണ്ടതിന് ശേഷം നമ്മുടെ മാർക്കറ്റിലും ഇത്ര ആണല്ലോ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് വീണ്ടും ഒന്ന് ആശ്വസിക്കാം. നേരെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കാണാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം ഏറ്റവും താഴെ FTSE 4.3%, CAC 40 ഫ്രാൻസ് 4.7%, ഡാക്സ് 4.8%. ആകെ റെഡിൽ കാണുന്നത് ഇന്ത്യ വിക്സ് മാത്രമാണ്. 65% ഉയർന്നു, 22ആയി. ഡോ ഫ്യൂച്ചർ കാണാം 822. നിക്കി ജപ്പാൻ മാർക്കറ്റ് 8% ഇടിഞ്ഞിട്ടുള്ളത്, 2600 പോയിന്റ്. കോസ്പി കൊറിയൻ മാർക്കറ്റ് 6%. ചൈനയും ഇടിഞ്ഞു 7%. ഓസ്ട്രേലിയ ഇടിഞ്ഞു 4%. ഗോൾഡും ഇടിഞ്ഞു $10. ബ്രന്റ് ഓയിലും ഇടിഞ്ഞു ഏകദേശം 2.4%. ബിറ്റ്കോയിനും ഇടിഞ്ഞു ഏകദേശം $600 അഥവാ 7%. അപ്പോൾ എങ്ങും റെഡ് കട്ടച്ചോര മാത്രമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എനിവേ ഇതിപ്പോൾ ഗ്ലോബലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് മാത്രം മാറി നിൽക്കാൻ പറ്റില്ല. എങ്കിലും നമ്മളുടെ ന്യൂസ് കാണുന്ന ചില ആളുകൾ പുട്ട് ഓപ്ഷനൊക്കെ ബൈ ചെയ്ത് കോടീശ്വരനായിട്ടുണ്ടെന്നുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസം കണ്ടു, കമൻറ്റിൽ കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ സന്തോഷത്തിൽ നമ്മൾ കൂടി പങ്കുചേരാം. നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു.